പറഞ്ഞെന്താ? ജിഹാദിന് വേണ്ടി അനുമതി കൊടുക്കുക. ആർക്ക്? ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. യുദ്ധം നടത്തപ്പെടുന്നവർ അക്രമപരമായി, അല്ലെങ്കിൽ ഉദിന ലില്ലദീന യുഖാതിലൂന, യുദ്ധം നടത്തുന്നവർക്ക് യുദ്ധം നടത്താൻ അനുമതി അള്ളാഹു കൊടുത്തിരിക്കുന്നു. എന്ത് കാരണം കൊണ്ട്? ബിഅന്നഹും ദുലിമു, അവർ ഇത്രയും കാലം നിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ടു. ഈ അക്രമത്തിനൊരു വിരാമം വേണം, മോചനം വേണം. ഈ കാരണം കൊണ്ട് അള്ളാഹു സമ്മതം കൊടുത്തിരിക്കുന്നു. 10-15 കൊല്ലക്കാലം യുദ്ധം വേണ്ട, ആയുധത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് നിർത്തി അവസാനമായി സമ്മതം കൊടുക്കുകയാണ്. അതല്ലേ ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു കാണും? വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം മിൻ ഗൈരി ഹഖ്ഖിൻ, നബി തങ്ങളെയും കൂടെയുള്ള സ്വഹാബത്തിനെയും സ്വന്തം വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു, പുറപ്പെടുവിക്കപ്പെട്ടു. മിൻ ഗൈരി ഹഖ്ഖിൻ, യാതൊരു ഹക്കും ഉണ്ടായിട്ടില്ല, തികച്ചും അനീതിയായി, അക്രമമായി ഇങ്ങനെ പുറപ്പെടുവിക്കപ്പെട്ടവർ. എന്തേ അവർ ചെയ്ത തെറ്റ്? അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല അൻഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹു മാത്രമാണെന്ന തൗഹീദിന്റെ കാര്യം പറഞ്ഞ ഒരൊറ്റ തെറ്റ് മാത്രം. ഇതാണ് അവിടെ തെറ്റ്. എന്നല്ലാതെ അക്രമകാരികളായിരുന്നു, അനീതി പ്രവർത്തിക്കുന്നവരായിരുന്നു, ഇവിടത്തെ പെൺകുട്ടികളെ ആക്രമിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നീചമായ പ്രവർത്തനം നടത്തുന്നവരായിരുന്നു എന്ന് നബിയെപ്പറ്റിയോ സഹാബത്തിനെ പറ്റിയോ അവർക്ക് ആർക്കും ഒരു അഭിപ്രായമില്ല. പിന്നെ എന്താ ഉള്ളത്? ഞങ്ങളുടെ നിലപാട് കുറച്ച് നിലപാടാണ്. അതെന്താ? ഞങ്ങൾ ഇതുവരെ വെച്ച് പോന്ന, നിലനിർത്തിപ്പോന്ന ഈ ആദർശത്തിനെതിരെയുള്ള ഒരു ആദർശത്തിന്റെ ആള് ഒരാളും ഇവിടെ ജീവിക്കാൻ പാടില്ല, ഈ മണ്ണിൽ അനുവദിക്കില്ല എന്ന തീവ്രവാദ നിലപാടും അതിനെതിരുള്ളവരെല്ലാം വകവരുത്തുമെന്ന ഭീകര നിലപാടും എടുത്തപ്പോൾ അവരെ ഷെറിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന നിലക്ക് പോയി നോക്കിയിട്ടും ഇവർ വിടുന്നില്ല. അവസാനം ഗതിയില്ലാതെ, ഗതി മുട്ടിയാൽ പുലി പുല്ലും തിന്നു പറയും പോലെ അവസാനം ആ സാഹചര്യത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുമതി കിട്ടുകയും അങ്ങനെ ഇവരോട് മാത്രം, എല്ലാരോടുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞെന്താ? എന്നാ തന്നെയും ഫമസ്തഖാമൂ ലക്കും ഫസ്തഖീമൂ ലഹും, നിങ്ങളോട് അവർ നല്ല നിലക്ക് നിന്നാൽ നിങ്ങളും നല്ല നിലക്ക് നിൽക്കണം. അക്രമവും അനീതിയും അഴിച്ചുവിട്ടവർക്കെതിരെ മാത്രമേ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സമരം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ തന്നെയും അവരുടെ ഭാഗത്തുള്ള പെണ്ണുങ്ങളെ, അവരുടെ കുട്ടികളെ, അവരുടെ വയസ്സന്മാരെ, അവരുടെ സമ്പത്തിനെ ഒന്നും ഹനിക്കാൻ പാടില്ല. നബി തങ്ങളുടെ ഉത്തരവായിരുന്നു. ഇത്രയും വ്യക്തമായ ഇസ്ലാമിന്റെ ജിഹാദ് എന്ന ദർശനത്തെ വിചിത്രമാക്കി, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കി കാണിക്കുന്നതിന് പിന്നിൽ മുസ്ലിം ശത്രുക്കളാണെന്ന് നാം മനസ്സിലാക്കണമെന്നും ഏതെങ്കിലും ചില അല്പജ്ഞാനികൾ എഴുതിവിട്ട പരിഭാഷയാണ് ഇതിന് മുഴുവൻ കാരണമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് ഖുർആൻ വ്യാഖ്യാനം എഴുതാൻ അധികാരമുള്ളത്? ആരാണ് ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുന്നത്? ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുന്ന കാര്യം നടത്തണമെങ്കിൽ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞത് 14 വിജ്ഞാന ശാഖകളിൽ അവഗാഹം വേണം. 14 വിജ്ഞാന ശാഖയിൽ അവഗാഹം വേണം. അതിന്റെ പുറത്ത് 15ാമത്തെ ഒരു ഗുരുത്വവും കൂടി വേണം. അതെന്താ? അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായി അവന് കിട്ടുന്ന ചില വെളിച്ചം, നൂർ, അതുകൂടി ആവശ്യമാണെന്ന് ആരാ പറയുന്നത്? ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ എല്ലാ പുത്തനാശയക്കാരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഇബ്നു തൈമിയ തന്നെ പറയുന്നു. അവർക്കേ ഖുർആൻ പരിഭാഷ നടത്താൻ പറ്റുള്ളൂ. ആരൊക്കെ ഇവിടെ ഖുർആൻ വ്യാഖ്യാനം എഴുതാൻ പറ്റുള്ളൂ? എങ്കിൽ ഖുർആന്റെ നേർക്കുനേർ പരിഭാഷ ചെയ്ത് വിടുകയാണ്. അതല്ലേ എടമർഗ് ഖുർആന്റെ വിമർശനം എഴുതി. എടമർഗ് ഖുർആന് വിമർശനം എഴുതിയപ്പോ അയാൾ അവലംബിച്ചത് എന്താ? അയാൾ അതിന്റെ ആമുഖത്ത് പറയുന്നുണ്ട്, ഞാൻ വിമർശനം എഴുതാൻ വേണ്ടി അവലംബിച്ചത് 15 ഖുർആനാണ്. 15 ഖുർആൻ ഉണ്ടാവും. യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് ഖുർആൻ, അബുല്ലാല മൗദൂദിയുടെ ഉറുദു ഖുർആൻ, അമാനി മൗലവിയുടെ മലയാള ഖുർആൻ തുടങ്ങി 15 ഖുർആനാണ് ഇയാൾ പറയുന്നത്. എന്നാൽ അറബിയിലുള്ള അള്ളാന്റെ ഖുർആൻ മാത്രമേ ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അയാൾ തൊട്ടിട്ടില്ല.
അതാ ഞാൻ പറയാറുണ്ട് എൻ്റെ ദർസിലുള്ള കുട്ടികളോട്, ഇടമറുകെ ആക്ഷേപിച്ചത് അള്ളാന്റെ ഖുർആനല്ല. അയാൾ ആക്ഷേപിച്ച വിമർശനം നടത്തിയ ഖുർആനേതോ അത് അള്ളാഹുവിൻ്റെതല്ല. അള്ളാഹുവിന്റെ ഖുർആനേതോ അത് അയാൾ തൊട്ടിട്ടുമില്ല. കാരണം അയാൾ പറയുന്നുണ്ട് അത് അറബിയിലായതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഖുർആൻ അല്പജ്ഞാനികളെല്ലാം പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വിചിത്രമാക്കുകയാണ്. അതുകൊണ്ട് അതും നാം മനസ്സിലാക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി എൻ്റെ സ്നേഹിതൻ സമസ്ത കേരള ജമീയത്തുലമയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയ സുന്നി യുവൻ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങൾ ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുർ-റഹീമായ തമ്പുരാൻ നമുക്കൊക്കെ പരിശുദ്ധ ദീനിനു വേണ്ടി ദീർഘകാലം പ്രവർത്തിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദുആർക്കണം വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال رسول الله صلى الله عليه وسلم: ليس منا من دعا إلى عصبية وليس منا من قاتل على عصبية وليس منا من مات على عصبية. صدق رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരും സുഹൃത്തുക്കൾ,